നമ്മുടെ രാഹുല് നമ്മുടെ കോളേജ് പോയിട്ടടി. നീ എന്ന് വെച്ചാ അവന് ഭ്രാന്തായിരുന്നു. ഫൈനൽ ഇയറിൽ നിന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വന്നത് ഓർമ്മയില്ലേ? അവൻ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോന്നോ? ഇവിടുത്തെ ഏറ്റവും വലിയ വക്കീലാണ് മോളെ. അവന് ചെന്ന് കണ്ട നിന്നെ ഉറപ്പായിട്ട് സഹായിക്കും അവൻ. ഈടെ ഒരു പാർട്ടിയിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു. നിന്നെ കുറിച്ച് അവനൊന്ന് തിരക്കി. ഇപ്പോഴും അവന് നിന്നോടുള്ള പ്രേമം പോയിട്ടില്ല. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആരെ എങ്ങനെ വേണമെങ്കിലും ഫീൽ ചെയ്തോട്ടെ. ഇപ്പൊ എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ റിയമോളുടെ കാര്യത്തിലാ. അവളെ ചേർക്കാൻ നല്ല സ്കൂൾ ഉണ്ടെങ്കിലേ അത് പറ. ശരി. Two little ants are tap clap clap. Two little legs are tap tap tap. Two little eyes open wide. One little head side to side. വെരി ഗുഡ്. കുട്ടി നല്ല സ്മാർട്ടാണ്. ഇവൾക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ തരാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൗണ്ടറിൽ ഫീസ് അടച്ചിട്ട് അഡ്മിഷൻ അപ്ലൈ ചെയ്തേക്കൂ. ബൈ ദ വേ, നിങ്ങൾ എവിടെയാ വർക്ക് ചെയ്യുന്നത്? അത് ജോബിന് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ബട്ട് ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ ഷുവർ. ഇൻ ദാറ്റ് കേസ് ഒന്നുകൂടെ ആലോചിക്കുന്നതാ നല്ലത്. നോ 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 നോ, ഞാൻ എങ്ങനെയെങ്കിലും ഫീസ് അടയ്ക്കും. റിയമോളുടെ പഠിത്തമാണ് എനിക്ക് വലുത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ക്വയറ്റ് എക്സ്പെൻസീവ് ഹിയർ. ഇവിടെ വേറെയും സ്കൂൾസ് ഉണ്ടല്ലോ. ഐ വാണ്ട് ദ ബെസ്റ്റ് ഫോർ ഹർ. ഓക്കെ, ആദ്യം നിങ്ങൾ ജോലിക്ക് ജോയിൻ ചെയ്യേ, എന്നിട്ട് നമുക്ക് അഡ്മിഷനെ കുറിച്ച് ആലോചിക്കാം. വി ഓൾസോ വാണ്ട് വൺ ബ്രൈറ്റ് സ്റ്റുഡന്റ് ലൈക്ക് ഹർ. ഓക്കെ, താങ്ക് യു മാം. മമ്മി മമ്മി, എനിക്ക് സ്കൂൾ ഒത്തിരി ഇഷ്ടായി. ഞാൻ ഇവിടെ പഠിച്ചോട്ടെ പ്ലീസ് മമ്മി, പ്ലീസ്. ഓക്കെ, താങ്ക് യു മമ്മി. സാർ, എന്റെ ഭാര്യയോടും മക്കളോടൊപ്പം ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെല്ലാം സാറിന്റെ ദൈവം കൊണ്ടാ. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നമ്മൾ കോടതിയുടെ മുന്നിൽ ബോധിപ്പിച്ചു. ഇത്രയാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചോളൂ. എന്താ സാർ ഇത്? ഞാൻ അങ്ങോട്ടല്ലേ തരേണ്ടത്? ഇതിപ്പോ നേരം മറിച്ചായല്ലോ. കഴിഞ്ഞ 5 വർഷം ജയിലിൽ കിടന്നതല്ലേ, പെട്ടെന്നൊന്നും ജോലി തരപ്പെട്ടൊന്നും വരില്ല. അതവിടെ ഇരിക്കട്ടെ, ചെലവുകളൊക്കെ ഉള്ളതല്ലേ. വളരെ നന്ദിയുണ്ട് സാറ്. സർ, ഇതങ്ങോട്ട്. ഹായ് സഞ്ജന, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. താനെന്താ ഇവിടെ? മുംബൈയിൽ നിന്ന് എപ്പോഴാ എത്തിയത്? നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? നിനക്ക് സുഖമാണോ? നിന്നെ കണ്ടിട്ട് എത്ര നാളായി. അല്ല, അരവിന്ദ് എവിടെ? ഹലോ ഹലോ ഹലോ. എന്താ ഇത് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ്? ഇവിടെ നിന്നോണ്ട് തന്നെ എല്ലാം പറയണോ അതോ ഒരു കോഫി ഓടിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? സോറി, വാ അങ്ങോട്ടിരിക്കാം. സഞ്ജന, എന്താ നിന്റെ പ്ലാൻ? എനിത്തിങ് വിത്ത് റെസ്പെക്ട്. ഈ കാര്യത്തിൽ എന്നെ നീ വേണം സഹായിക്കാൻ. ഐ ഹാവ് നോ അതർ ഹോപ്പ്. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും റെഡിയാ. പക്ഷെ നീ ഒരിക്കലും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്തിനാ സംസാരിക്കുന്ന? നിനക്കറിയാവുന്ന ഒരു കമ്പനിയിൽ ഒരു ജോബ് റെഫർ ചെയ്തൂടെ? പാരഡൈം ഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു ISO 911 കമ്പനി ഉണ്ട്. അവർക്ക് വേണ്ടി ഒരുപാട് കേസുകളും ജയിച്ചിട്ടുണ്ട്. ആക്ച്വലി ദേ ഓ മി എ ലോട്ട്. നിനക്ക് ഓക്കെ ആണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറ. എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് കരുതിയാ ഞാൻ നിന്നെ കാണാൻ വന്ന. അല്ലാതെ ജോലിക്ക് വേണ്ടി മാത്രമല്ല. എനിക്ക് കഴിവുണ്ടെങ്കിൽ അവരതിന് പറ്റിയ ജോലി എനിക്ക് തരട്ടെ. എങ്കിലേ നിനക്കും എനിക്കും നമ്മുടെ ഈ റിലേഷൻഷിപ്പിനും വിലയുള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് എങ്ങനെ ജീവിക്കുന്നു സഞ്ജന? എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവര് എങ്ങനെ വേണമെങ്കിലും ജീവിക്കും. പക്ഷെ ഇങ്ങനെ ജീവിക്കുമെന്ന് വിചാരിക്കുന്നവർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ബട്ട് ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. കരയല്ലേ മോളെ, കരയല്ലേ. അങ്ങോട്ട് നോക്കും മോളെ. എന്താ മോളെ? ഓ ഓ ഓ ഓ ഓ ഓ ഓ
കണ്ടില്ലേ കണ്ടില്ലേ ഓ ഓ, 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 ഓ. സഞ്ജനക്കുട്ടി, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി? അമ്മ, മോളുടെ അമ്മയാ. ഞാൻ പറയാം. പഴയ സാരി നിന്നെ പൊതിച്ചിരിക്കുന്നേ, എടുക്ക്. ഇത് കണ്ടോ, നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഇതെന്റെ അമ്മയുടെ സാരിയാ. മോളെ മോളെ സഞ്ജന മോളെ, നിക്കടി. സ്കൂൾ 4 മണിക്ക് കഴിഞ്ഞതല്ലേ, 6 മണി വരെ എന്തെടുക്കായിരുന്നു? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഒന്ന് തന്നാലുണ്ടല്ലോ. നിനക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലേ. സാരല്ല, പോട്ടെന്ന്. കൂട്ടുകാരോടൊപ്പം കൂടിയപ്പോ വൈകിയതോ. നീ മിണ്ടാതിരിക്കടി. നിന്നോട് ആരും ചോദിച്ചില്ല. നാളെ എവിടെന്തെങ്കിലും ഒപ്പിച്ചിട്ട് വന്നാ രണ്ടാനമ്മ നോക്കണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ എന്നെ കുറ്റം പറയാ. എവിടെയായിരുന്നടി? എന്തുപറ്റി? ഇനി എന്തു പറ്റാനാ? ഈ പെണ്ണിന് ഒരു അനുസരണയുമില്ല. ഇവിടെ വന്നപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയതാ. വിളിച്ചാ വരില്ല, തിന്നാൻ പറഞ്ഞാ തിന്നില്ല, എന്തേലും പറഞ്ഞാ മുഖം വീർപ്പിക്കും. ഇപ്പൊ എന്താ വൈകിയും ചോദിച്ചപ്പോ സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് നുണ പറയുന്നു. അതിന് ഞാനിവിടെ നോണയൊന്നും പറഞ്ഞില്ലല്ലോ. കണ്ടില്ലേ അവളുടെ നാവ്? നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയാണല്ലോ. എന്താ മോളെ, അമ്മയോട് ഒച്ച വെക്കാൻ പാടുണ്ടോ? ഇതെന്റെ അമ്മയൊന്നല്ല, ഡെവിളാ. സഞ്ജന, അങ്ങനെ പറയരുത്. അമ്മയോട് മാപ്പ് പറ. ഞാൻ പറയില്ല. മാപ്പ് പറയാനേ പറഞ്ഞേ.